മക്കളെ, ഇംഗ്ലീഷിൽ നമ്മൾ എഫ് വരെ പഠിച്ചല്ലേ? എ ബി സി ഡി ഇ എഫ്. എഫ് വരെ എല്ലാവരും പഠിച്ചു കഴിഞ്ഞോ? കമന്റ് ചെയ്യണം കേട്ടോ പഠിച്ചതൊക്കെ. ഇനി നിങ്ങൾ കൂടുതൽ അറ്റൻഷൻ വേണം, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചത് ഞാൻ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി. നമുക്ക് അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കാം കേട്ടോ. അപ്പോ അടുത്തത് പഠിക്കാൻ പോകുന്നത് എന്താണ്? എഫ് കഴിഞ്ഞാൽ എന്താണ്? എ ബി സി ഡി ഇ എഫ് ജി അല്ലേ? ജി. അപ്പോ ജി എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം. എല്ലാവരും സ്ലേറ്റും പെൻസിലും ഒക്കെ എടുത്തു വെച്ചോ. പിന്നെ 4 വരെ ബുക്ക് വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇസഡ് ആകുന്ന സമയത്ത് വാങ്ങിച്ചാൽ മതി. അതിനു മുന്നേ നിങ്ങൾ കടയിൽ പോവുകയാണെങ്കിൽ വാങ്ങിച്ചു വെച്ചോളൂ കേട്ടോ. ഇസഡ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 4 വരെ ബുക്കിൽ എങ്ങനെ എഴുതുന്നതെന്ന് നമുക്ക് നോക്കണ്ടേ. അപ്പൊ ജി ആണ് എഴുതാൻ പോണത്. ജി എന്ന് പറയുന്നത് ഇതാണ് ജി. ഇതെന്താണ്? ജി. ഇതെന്താ മക്കളെ? ഉറക്കെ പറഞ്ഞേ, ഇതെന്താണ്? ഉറക്കെ പറഞ്ഞേ, ഇത് എന്താണ്? ജി. ജി എങ്ങനെ എഴുതുന്നേ? ജി. ജി. ഇതാണ് ജി. ജി ഫോർ എന്താണ്? ഗോട്ട്. കോട്ടെന്ന് കൊടുക്കാം. ജി എഴുതുന്നത് എങ്ങനെയാണെന്ന് കാണിക്കട്ടെ. നോക്കിക്കേ, നമ്മളൊരു 0 ഇങ്ങനെ വരയ്ക്കും അല്ലേ? സാധാരണ നമ്മൾ 0 ഇങ്ങനെ വരയ്ക്കും അല്ലേ? അപ്പൊ ഇതിന്റെ പാതി നമ്മൾ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടുന്ന് ഒരു വര ഇങ്ങനെ വരയ്ക്കുക, താഴോട്ടൊരു വര വരയ്ക്കുക. ജി. അതായത് നമ്മൾ സി പഠിച്ചില്ലേ മക്കളെ? സി എഴുതി അല്ലേ? സി എഴുതിയിട്ട് ഉള്ളിലേക്ക് പോയിട്ട് താഴെ ഇങ്ങനെ ഒരു വര വരച്ചാൽ മതി. ഈസി അല്ലേ ജി എഴുതാനായിട്ട്? നോക്ക്, ജി. അതായത് ഒരു സി എഴുതുക. നമ്മളൊരു സി എഴുതി അല്ലേ? ഇച്ചിരി മുകളിലേക്ക് പോയിട്ട് ഇങ്ങനെ ഒരു കർവ് കൊടുക്കുക, ഇങ്ങനെ ഒരു വര കൊടുക്കുക, താഴോട്ടൊരു വര. ജി. ഈസി അല്ലേ മക്കളെ? നോക്കിക്കേ, ജി എഴുതാൻ എന്ത് ഈസി ആണെന്ന്. ഈസി അല്ലേ? സ്ലേറ്റ് പെൻസിലും ഒക്കെ എടുത്തോ. എന്നിട്ട് നോക്കിക്കേ, ജി എഴുതുന്നത് എങ്ങനെയാന്ന്. ആദ്യമേ നമ്മൾ ഇങ്ങനെ ഒരു സി വരച്ചല്ലേ? സി ഇങ്ങനെയാണ് അല്ലെ? സി നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ സി എഴുതുന്നത്. എന്നിട്ട് ഇത് ഇച്ചിരി കൂടെ മുകളിലോട്ട് പോയിട്ട് ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് അകത്തേക്ക് പോവുക. പോയില്ലേ? എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഒരു വര വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? താഴോട്ട് വരിക. ഇതാണ് ജി. എന്ത് ഈസി അല്ലേ? ഈസി ആയിട്ട് പറഞ്ഞു തരുന്നില്ലേ? ഈ ക്ലാസ്സുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ? നോക്കിയേ, ജി. അതായത് നമ്മള് സി വരച്ചു, എന്നിട്ട് മുകളിലോട്ട് പോയിട്ടൊരു കർവ് കൊടുത്തു, താഴോട്ട് വരച്ചു. അപ്പൊ നിങ്ങൾ വരയ്ക്കുമ്പോ ഞാൻ പറയുമ്പോ സി വരച്ചിട്ട് മുകളിലോട്ട് പോയിട്ട് ഒരു കർവ് ഇട്ടിട്ട് ഇങ്ങനെ ഒരു വര വരയ്ക്കുക, താഴോട്ട് വരിക, ഇങ്ങനെ പറയണ്ടല്ലേ? പക്ഷെ നിങ്ങൾ ജി എഴുതുമ്പോ നമ്മുടെ ഈ പെൻസിൽ ഇങ്ങനെ നിർത്തരുത്. കറക്റ്റ് ആയിട്ട് പോയിട്ട് ഇങ്ങനെ എഴുതണം കേട്ടോ. അല്ലാതെ സി വരച്ചു, അത് കഴിഞ്ഞ് ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു, അങ്ങനെ വരയ്ക്കാൻ നിൽക്കരുത്. ഇതാ സി വരച്ചു, ഇങ്ങനെ വരച്ചു. നോക്കിക്കേ, സി വരച്ചു, മുകളിലോട്ട് കയറ്റി, ടിങ്. നോക്കിക്കേ, ഈസി അല്ലേ മക്കളെ? നോക്കൂ, മക്കളൊക്കെ അടിപൊളിയായിട്ട് പഠിക്കുന്ന മക്കളായതുകൊണ്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് ജി. അപ്പൊ ജി എല്ലാരും പഠിച്ചില്ലേ? അപ്പൊ നമ്മൾ ഇതുവരെയായിട്ട് ഇംഗ്ലീഷ് വിഷയത്തിൽ എന്തൊക്കെയാ പഠിച്ചത്? എ ബി സി ഡി ഇ എഫ് ഇന്ന് പഠിച്ചു ജി. കണ്ടോ? ഞാൻ ആവർത്തിച്ച് എഴുതുന്നത് എന്നാന്ന് വെച്ചാൽ മക്കൾ പഠിക്കാൻ വേണ്ടിയിട്ടാ കേട്ടോ. അപ്പൊ ഇതാണ് ജി. എല്ലാവരും എഴുതി പഠിക്കുക. HI ഒന്നും വലിയ പാടില്ലാത്ത ലെറ്റേഴ്സ് ആണ്. എങ്കിലും ഓരോന്ന് വെച്ച് എഴുതുന്നതായിരിക്കും മക്കൾക്കും പഠിക്കാനായിട്ട് എളുപ്പം. അപ്പൊ ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഉടനെ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ ജി പഠിച്ചെങ്കിൽ അതും കമന്റ് ചെയ്യണം. ഇനി എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണം, അല്ലെങ്കിൽ കൂടുതൽ കുറച്ചും കൂടി അറ്റൻഷൻ വേണം എന്നുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.